ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് ഒരു ജോലി സാധ്യത ഉള്ള ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ജോലി സാധ്യതയുള്ള ഒരു വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്നത്തെ കാലത്ത് ഇൻവെർട്ടർ AC എയർ കണ്ടീഷണർ വളരെയധികം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടിക്കൊണ്ടിരിക്കും. വീടുകളിലാവാം, അല്ലെങ്കിൽ ഓഫീസുകളിലാവാം. അപ്പം ഇതൊന്ന് പഠിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നമാണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് കാരണം പഠിക്കാൻ സാധിക്കാത്തത്. പിന്നീടൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് ബോർഡ് സർവീസ് ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു 90% ഫുൾ പഠിച്ചിരിക്കണം. അപ്പോൾ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ബേസിക്കലി നെറ്റിൽ നോക്കുക, അല്ലെങ്കിൽ മറ്റ് മീഡിയത്തിലൊക്കെ നോക്കുക, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുക. അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പുസ്തകമാണ് പ്രിൻ്റഡ് ബുക്ക്. ഒരു ഗൈഡ് കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മാക്സിമം പഠിക്കാം. അപ്പോൾ ആർക്കൊക്കെ പ്രയോജനപ്പെടും? ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിന്. ഒരുപാട് ഫുൾ പഠിച്ചവരെല്ലാം ഉണ്ടാവണമെന്നില്ല, കുറച്ചൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഈ ഗൈഡ് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ അത് പ്രിൻ്റഡ് ഫോമിലാണ് വരുന്നത്. മറ്റ് ബുക്സ് പോലെ അടിച്ച് ഷോപ്പിലൊന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് സപ്ലൈ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അത് എത്ര കോപ്പി വേണമെന്ന് കൃത്യമായിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമേ പ്രസ്സിലേക്ക് പോകൂ. അതിൻ്റെ റൈറ്റിങ്സ് മുഴുവൻ എഴുതി കഴിഞ്ഞു. അതിലെല്ലാ കാര്യങ്ങളും ആദ്യം A to Z വിവരിച്ചിരുന്നു. ഞാനത് നിങ്ങൾക്ക് മോണിറ്ററിൽ കാണിച്ചു തരാം. എന്തൊക്കെ അതിലെ അധ്യായങ്ങൾ കൃത്യമായിട്ട് അറിയാം വരുന്നത്. ഇനി ആ പുസ്തകം എങ്ങനെ കിട്ടുന്നതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ഞാൻ ഇവിടെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക, ബുക്കെന്നോ ബീന്നോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി, അഡ്വാൻസ് ബുക്കിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരും. ഇമ്മീഡിയറ്റ് ഒരു വളരെ പെട്ടെന്ന്, മീൻസ് ഒരു മാസത്തിനുള്ളിൽ തന്നെ പബ്ലിഷിംഗ് മീൻസ് ബൈ കൊറിയർ നിങ്ങളുടെ വീട്ടിൽ ബുക്ക് എത്തും. അപ്പോൾ ആ ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം അതിനെ ആശ്രയിക്കുന്ന വീഡിയോസും വരുന്നുണ്ട്. വീഡിയോസ് നിങ്ങൾക്ക് 2 മാർഗത്തിൽ കാണാം. ഒന്നുകിൽ നമ്മുടെ ചാനൽ വഴി തന്നെ, മീൻസ് പ്രൈവറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇമെയിൽ വഴി ആക്സസ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, പ്ലേ സ്റ്റോറിൽ. അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് കാണാം. അതുവഴി കാണുമ്പോൾ എന്താ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ എത്ര വേണമെങ്കിലും കാണാം. അതാണ് ആപ്ലിക്കേഷൻ്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി വിശദീകരിച്ച് എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ബുക്കിൻ്റെ കവർ പേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഭാഗം 1. അതായത് ഓരോ സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓരോ സെക്ഷനിലും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും എന്തൊക്കെ വരുന്നുള്ളത് മൊത്തം ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം. ഒന്ന് സ്പീഡിൽ വായിച്ചു പോകാം. നിങ്ങൾ അറിയാനാണ് ആ ബുക്കിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കാണുമല്ലോ. ഒന്നും വിട്ടുപോയില്ല. ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും സെപ്പറേറ്റ് വിവരിച്ച് കാണും. അതിൻ്റെ സെക്ഷൻ്റെ ഫോട്ടോ കൊടുത്ത് കാണും ഓരോ ഭാഗത്തിൻ്റെയും. മിക്കവാറും അത് വെച്ച് നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ബോർഡുമായിട്ട് ഒത്തു നോക്കാം. ഇത്രയും സൗകര്യം കാണും. ബാക്കി വീഡിയോ റെഫറൻസും കാണും. അപ്പം ഈ 3 രീതിയിലുമുള്ള ഒരു ഐഡിയ കിട്ടുമ്പോൾ 90% നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. ഭാഗം 1 ഇൻഡോർ യൂണിറ്റ്. ആദ്യം ഇൻഡോർ യൂണിറ്റാണ് പഠിപ്പിക്കുന്നത്. ഇൻവെർട്ടർ ACയുടെ അടിസ്ഥാന പ്രവർത്തനം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് മുഴുവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡോർ യൂണിറ്റിൻ്റെ ഘടന, ഓരോ സെൻസറുകളൊക്കെ എവിടെ ഇരിക്കുന്നു, കോയിൽ എവിടെ ഇരിക്കുന്നു, ആ കോയിലിൻ്റെ പേരെന്താണ്, ഒരു ഇലക്ട്രോണിക്സ് റിപ്പയറിങ്ങിന് വേണ്ട അറിയേണ്ട എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. ഫ്യൂസ് സെക്ഷൻ, SMBS സെക്ഷൻ, 310 വോൾട്ട് DC സെക്ഷൻ. പിന്നെ അതിനകത്ത് വോൾട്ടേജ് കുറഞ്ഞ വോൾട്ട് വരുന്നുണ്ട്. 12 വോൾട്ട്, 5 വോൾട്ട്, 3.3 ICക്ക് അനുസരിച്ച് മാറും. എന്തായാലും ഈ 230 കുറച്ചുകൊണ്ട് SMBS ഉപയോഗിച്ച് ഇത്രയും ഭാഗം ഈ ഓരോ സെക്ഷനും സെപ്പറേറ്റ് പറയും. പിന്നെ MCU, മൈക്രോ കൺട്രോളർ യൂണിറ്റ് സെക്ഷൻ, അതാണ് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ MCU ആണ് ഈ ബോർഡിനെ മൊത്തം എല്ലാ സെൻസറിനെയും പരിശോധിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നത്. EEPROM സെക്ഷൻ, നമ്മളൊക്കെ റിമോട്ടിൽ എന്തെങ്കിലും ഇത്ര ഡിഗ്രി തണുപ്പ് വേണം എന്നൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി സേവ് ആയിരിക്കുന്ന ഒരു സെക്ഷനാണ്. പവർ പോയി കഴിഞ്ഞാലും അത് അവിടെ തന്നെ കാണും, സ്റ്റോർ ചെയ്യും. അത് ഇലക്ട്രിക്കലി എറേസബിളാണ്. സെൻസർ സെക്ഷൻ, T1, T2 അങ്ങനെ 3-4 സെൻസർ വരുന്നുണ്ട്. ഇൻഡോർ യൂണിറ്റിലും വരുന്നുണ്ട്, ഔട്ട്ഡോറിലും വരുന്നുണ്ട്. അത് വിവരിക്കുന്നു. ബ്ലോവർ ഫാൻ മോട്ടോർ സെക്ഷൻ, സ്വിംഗ് മോട്ടോർ സെക്ഷൻ, കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്, റിലേ സെക്ഷൻ, ഇത്രയൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്. ഭാഗം 2 നോക്കാം. ഭാഗം 2 എന്തൊക്കെ വരും? ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഘടന മൊത്തത്തിൽ AC ഇൻപുട്ട് സെക്ഷൻ, AC വരുന്നു. ബ്രിഡ്ജ് റെക്ടിഫയർ സെക്ഷൻ, ബ്രിഡ്ജ് റെക്ടിഫയർ ആദ്യത്തെ ഇൻപുട്ടിൽ ഇൻഡോറിലും വരുന്നുണ്ട്. DC ബസ് കപ്പാസിറ്റർ സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. PFC, ഇതാണ് അതിനകത്തുള്ളൊരു പവർ ഫാക്ടർ കൺട്രോൾ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെയൊക്കെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടിയ സെക്ഷനാണത്.
IPM സെക്ഷൻ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. IPM എന്ന് പറഞ്ഞാൽ ഇതാണ് സിംഗിൾ ഫേസിനെ 3 ഫേസ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് കംപ്രസറിന് വർക്ക് ചെയ്യുന്നു. അതാണ് IPM സെക്ഷൻ. അതിൻ്റെ ഫുൾ ഫോം ഡീറ്റെയിൽസൊക്കെ അതിൽ വിവരിക്കും. കംപ്രസർ ഡ്രൈവ് സിസ്റ്റം, കറണ്ട് സെൻസർ സെക്ഷൻ, ഔട്ട്ഡോർ ഫാൻ മോട്ടോർ സെക്ഷൻ, ടെമ്പറേച്ചർ സെൻസർ സെക്ഷൻ, കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്. ഇതിനകത്തും കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇതിന് ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. പിന്നെ പ്രൊട്ടക്ഷൻ, ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം, ഔട്ട്ഡോർ PCB ട്രിബിൾ ഷൂട്ടിംഗ്. പിന്നെ മൂന്നാമത്തെ ഭാഗം വരുന്നത് റിപ്പയറിംഗ് ആൻഡ് ട്രിബിൾ ഷൂട്ട്. എറർ കോഡ് പലതരം കോഡുകൾ വരും കമ്പനി അഡ്വാൻസ്ഡ് ആയിട്ട്. ആ കോഡ് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അതെവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, മൾട്ടിമീറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന, കമ്പോണൻറ്റ് ലെവൽ റിപ്പയർ, സർക്യൂട്ട് ട്രേസിങ്, എങ്ങനെ ട്രേസ് ചെയ്യണം, റിപ്പയർ ഉപകരണങ്ങൾ, റിപ്പയർ ചെയ്യാൻ അത്യാവശ്യം വേണ്ട ഉപകരണങ്ങൾ എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, സുരക്ഷാ മുൻകരുതലുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ വോൾട്ടേജ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ സുരക്ഷാ മുൻകരുതൽ വളരെ പ്രാധാന്യം കൊടുക്കണം, ബിഗിനർ ആണെങ്കിൽ പ്രത്യേകിച്ച്. പിന്നെ കംപ്ലീറ്റ് റിപ്പയർ വർക്ക് ഫ്ലോ. ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ പരിശോധിച്ച് പോകണം, ആദ്യമേ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ അതിനോടനുബന്ധിച്ച് പോകും. പിന്നെ ഭാഗം 4 വരുന്നത്. 4 വരുന്നത് NTC ടെമ്പറേച്ചർ റെസിസ്റ്റൻറ്റ് ചാർട്ട്. എല്ലാത്തിനും വരാവുന്ന എത്ര ഓംസ് കാണിക്കണം, എത്ര ഡിഗ്രി മുതൽ എത്ര ഡിഗ്രി വരെയാണ് അതിൽ വ്യതിയാനങ്ങൾ വരുന്നത്, അതിൻ്റെ പ്രത്യേക ചാർട്ട്. ആ ചാർട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ ആ സെൻസറിനെ പറ്റി ഒരു സംശയവും വരില്ല. ടെക്നീഷ്യൻ ചെക്ക് ലിസ്റ്റ്, നിങ്ങളൊരു സർവീസിൽ നിന്ന് പറയുമ്പോൾ ചെക്ക് ലിസ്റ്റ് എന്ന് സംഭവമുണ്ട്. ഏതൊക്കെ ഭാഗം ചെക്ക് ചെയ്യുന്നത് ടിക്ക് ചെയ്ത് പോകണം. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഫീൽഡിലൊക്കെ കാണാൻ വണ്ടി സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ലിസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഒരു ചെറിയ സ്വിംഗ് മോട്ടർ വരും. അപ്പോൾ ഡിസ്പ്ലേ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഭാഗം ഇതാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. എത്ര ഡിഗ്രിയാണോ നമ്മൾ റിമോട്ടിൽ സെറ്റ് ചെയ്യുന്നത്, 20, 25, അത് ഇവിടെ കാണാം, ഡിസ്പ്ലേയിൽ കാണാം. മാത്രമല്ല എറർ കോഡ്, ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നാൽ മിക്കവാറും കുറേ കംപ്ലയിൻ്റ് ഒക്കെ ഇതിനകത്ത് E1, E2, E3, 4 അങ്ങനെ നമ്പറിൽ ആ എററും ഇവിടെ കാണിക്കും. അത് രണ്ടും കാണിക്കുക എന്നുള്ളതാണ് ഡിസ്പ്ലേൻ്റെ ഉദ്ദേശം. ഇതാണ് സ്വിംഗ് എന്ന് പറയുന്നത്. ഈ ഫ്ലാപ്പ് മുകളിലേക്കും താഴോട്ടും തണുത്ത കാറ്റ് എല്ലാ ഭാഗത്തും വരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്ലോ, അതിനാണ് സ്വിങ് ചെയ്യാൽ. അതിൻ്റെ ഈ ഭാഗത്തായിട്ട് സ്വിങ് മോട്ടോർ ഉണ്ടാകും. വളരെ ചെറിയൊരു മോട്ടോറാണ്. ഇതാണ് സ്വിങ് മോട്ടോർ എന്ന് പറയുന്നത്. ഇങ്ങനൊരു മോട്ടറുമാണ് അവിടെ. ഇനി ഇതിനകത്താണ് ബ്ലോവർ ഫാൻ. അതാണ് ഇതിൻ്റെ ഫാൻ അവിടെ എഴുതി കഴിഞ്ഞാൽ ആ കണക്ടർ അതിൻ്റെ മെയിൻ ബ്ലോവർ ഫാനിലേക്കാണ് വരുന്നത്. അത് കുറച്ച് ലോഡ് എടുക്കുന്ന ടൈപ്പ് ആയിരിക്കും. ഈ ഡിസ്പ്ലേൻ്റെ കണക്ടർ അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു, ഓരോന്നും അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു, അഴിക്കുന്നു. ഇത്രയാണ് ഈ ഭാഗങ്ങൾ വരുന്നത്. ഇനി SMPSൻ്റെ ഔട്ടിൽ എവിടേക്കാണോ 5 വോൾട്ട് വരെ, ഇവിടെ ഡയഗ്രം നോക്കിയാൽ മതി. ഏകദേശം ആദ്യം 230 വോൾട്ട് AC ഫ്യൂസിലേക്ക് വരുന്നു. MOE കഴിഞ്ഞ ശേഷം ഈ ബ്രിഡ്ജ് റെക്ടിഫയർ ഇവിടെ നിന്ന് DC ആയി മാറുന്നു. പിന്നെ SMPSൻ്റെ IC ഈ ഭാഗത്താണ് SMPSൻ്റെ സെക്ഷൻ വരുന്നത്. അതിനുശേഷം ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിലായിരിക്കും നമുക്ക് ഈ ഏതൊക്കെ വോൾട്ടാണ് വരുന്നത്, 12 വോൾട്ട് DC, 5 വോൾട്ട് വരുന്നുണ്ട്, 3.3. കമ്പനിക്ക് അനുസരിച്ച് വോൾട്ടേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എങ്കിലും ഇങ്ങനെ ഒരു കുറഞ്ഞ വോൾട്ടേജാണ് ഇതിനകത്ത് വരുന്നത്. ഇനി സെൻസറിൻ്റെ വർക്കിംഗ്, ഇതാണ് സെൻസറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ടൈപ്പിൽ 4 മിക്കവാറും അത് 10K തന്നെ ആയിരിക്കും എപ്പോഴും. അല്ലാതെ വേറെ 2 വിധത്തിലും പൈപ്പ് ടൈപ്പിൽ സെൻസർ വരുന്നുണ്ട്. ഇതൊരു ഗ്ലാസ് ടൈപ്പ്. ടെമ്പറേച്ചർ മിക്കവാറും ഇതാണ് എടുക്കുന്നത്. ഈ കണക്ടറാണ് ബോർഡിലേക്ക് നിങ്ങൾ അമർത്തി കൊടുക്കേണ്ടത്. പിന്നെ മെറ്റൽ ടൈപ്പ് വരുന്നത് മെറ്റലിലേക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ കോപ്പർ ട്യൂബൊക്കെ മുറിച്ചതുപോലെ ഷേപ്പ് വരും. ഇത് ടെസ്റ്റ് ചെയ്യാൻ മൾട്ടിമീറ്ററിൻ്റെ 2 ലെഗാണ് ഇതിനകത്ത് വരുന്നത്. ആ 2 വയറിനകത്ത് മീറ്റർ കണ്ടിന്യൂറ്റി ഒരു 10K അല്ലെങ്കിൽ 15K റേഞ്ചിൽ വെച്ചതിന് ശേഷം സോൾഡറിങ് ആണൊന്ന് ചൂടാവും. ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി പിടിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരണം. അതുപോലെ ഇനി ഐസ് വാട്ടറാണ് ഒഴിക്കുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരണം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പം സോൾഡറിങ് വെക്കുമ്പോൾ 10K എന്നുള്ളത് കുറഞ്ഞ് താഴോട്ട് 5K ആവാം, 1K ആവാം, ഡിപ്പെൻസ്. അതുപോലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഐസ് വാട്ടറൊക്കെയാണ് ഒഴിച്ച് ഐസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ആ കുറഞ്ഞതിൽ നിന്ന് മുകളിലേക്ക് വരും. ഇങ്ങനെ അതിൻ്റെ വേരിയേഷൻ വരുന്നത്. മിക്കവാറും 10K ആണ് വരുന്നത്. അതിൻ്റെ ഒരു ചാർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ സെൻസറുകളും എത്ര ഡിഗ്രി ചൂടിൽ എത്ര റെസിസ്റ്റൻസ് വേരിയേഷൻ വരും എന്നുള്ളത് ബുക്കിൽ അതിൻ്റെ കൃത്യമായ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് സ്വയം ചെയ്യുന്ന സമയത്ത് അങ്ങനെ കണ്ടുപിടിക്കും. ഇതാണ് എറർ കോഡും എല്ലാം. ഇതിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയാം. മാസ്റ്റർ ബ്രെയിൻ മൈക്രോ കൺട്രോൾ പ്രോഗ്രാംഡ് ചിപ്പാണ്. ഈ ചിപ്പിലേക്കാണ് ഈ സെൻസറിൻ്റെ എല്ലാ ഡാറ്റകളും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്. സെൻസർ ഇവിടെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഡിസ്പ്ലേ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ സംഗതികളും കൊടുക്കുന്നു. ഇവിടെ വായിച്ച് ക്രിസ്റ്റൽ
എട്ടാമത്തേതാണ് മൈക്രോ കൺട്രോളർ. ഇവിടെ ലിസ്റ്റ് നോക്കിയാൽ മതി. ക്രിസ്റ്റൽ 8 മെഗാഹെർട്സ്, 8 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റൽ വരുന്നുണ്ട്. IC മോട്ടോർ റിലേ 10ാമത്തത്. മോട്ടോർ റിലേക്ക് ഓൺ ഓഫ് ചെയ്യാൻ റിലേ വഴിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ IC ഡ്രൈവർ IC ആണ് ഇവിടെ വരുന്നത്. ഓരോ ഭാഗവും നിങ്ങൾക്ക് ഇവിടെ നോക്കി എങ്ങനെ ഈ കളർ ഫോട്ടോയിലൂടെ നോക്കാം. അത് കഴിഞ്ഞ് ബോർഡ് നേരിട്ടുള്ള ബോർഡ് എടുക്കുകയാണെങ്കിലും ഇങ്ങനെ വോൾട്ടേജ് ഓരോ ഭാഗങ്ങളും വരുന്ന പോയിന്റിൽ വോൾട്ടേജ് വരുന്നുണ്ട് നോക്കണം. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ 230 വരുന്നു. DC ഇവിടെ കപ്പാസിറ്ററിൽ എത്രയാണോ കൂടിയ DC വരുന്നു. അപ്പോൾ അത്രയും സെക്ഷൻ, ഇതാണ് 1ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ ഓക്കെ ആണെങ്കിൽ പിന്നെ SMPSൻ്റെ ഔട്ടാണ് നോക്കേണ്ടത്. SMPSൻ്റെ ഔട്ടിൽ ഈ വ്യത്യസ്ത വോൾട്ടേജുകളൊക്കെ DC ഗ്രൗണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗമൊക്കെയാണ്. മറിച്ച് ഇവിടെ വോൾട്ടേജ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ SMPSൻ്റെ സെക്ഷൻ ട്രാൻസ്ഫോമർ കംപ്ലയിൻറ്റ് വളരെ കുറവാണ്. അതിൻ്റെ ICകൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഓരോരോ പിൻ പോയിന്റിലും വോൾട്ടേജസ് നോക്കുക. ഇനി അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാംസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കമ്പനീൻ്റെ തന്നെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പിൻ പോയിൻറ്റ്സിൽ എത്ര വോൾട്ടേജ് വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എക്സ്പീരിയൻസ് ആവുന്നത് വരെ ആദ്യത്തെ കാലത്തെ അങ്ങനത്തെ ആവശ്യം വരുന്നുള്ളൂ, പിന്നീട് അതിൻ്റെ ആവശ്യം